ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും സുപരിചിതമായ വീരപരിവേഷമുള്ള ചില പേരുകളുണ്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന പേരാണ് ബ്രഹ്മോസ്. പാകിസ്ഥാൻ്റെ നട്ടലിലൊടിച്ച ഇന്ത്യയുടെ സൂപ്പർ താരം. എന്നാൽ ബ്രഹ്മോസൊക്കെ എന്ത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്ന മിസൈലുകളുടെ പുറത്തു വരുന്ന വിശദാംശങ്ങൾ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. അതിലൊന്നാണ് ദീർഘദൂര ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ വിഷ്ണു. എന്നാൽ ഇന്നത്തെ വിഷയം വിഷ്ണു തന്നെയാവട്ടെ. എന്താ ഓക്കെ അല്ലേ? നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ തന്നെ നേരത്തെ വിശദമായി ചർച്ച ചെയ്തതാണ്. എങ്കിലും ഒന്ന് ചുരുക്കി പറയാം. നേരത്തെ തയ്യാറാക്കിയ ഒരു പരാബോളിക് ട്രാജക്ടറിയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ഒരു കല്ലെടുത്തെറിയുന്നത് പോലെയും ഒരു വെടിയുണ്ട പോകുന്നത് പോലെയും ഒക്കെയാണ് അത് ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. ഇതിന് ഗുണവും ദോഷവുമുണ്ട്. നല്ല ഭാരമുള്ള വലിയ ആയുധങ്ങൾ വഹിച്ച് വലിയ ദൂരം കവർ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. ഇവയ്ക്കെല്ലാം ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. 5000, 10000, 15000 കിലോമീറ്ററൊക്കെ അകലെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് തൊടുക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകൾ എല്ലാം ബാലിസ്റ്റിക്കാണ്. അതിൻ്റെ യാത്രയിൽ കുറച്ച് സമയം ബഹിരാകാശത്ത് കൂടി പോകും. എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുക. ഇങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ ഇവയുടെ വേഗത വളരെ വലുതായിരിക്കും. പലപ്പോഴും ശബ്ദത്തിൻ്റെ 15ഉം 20ഉം ഒക്കെ ഇരട്ടി. അതായത് മാക് 15, മാക് 20 അങ്ങനെയുള്ള ലെവലിലേക്ക്. നമ്മുടെ അഗ്നി 5 24 മാക് സ്പീഡിൽ വരെയാണത്രേ റീഎൻട്രി നടത്തുന്നത്. ഇത്ര വലിയ ഹൈപ്പർസോണിക് സ്പീഡുള്ള മിസൈലുകൾ തടയുക എന്നത് എളുപ്പമല്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് അസാധ്യമാണ്. എന്നാൽ ഇവയ്ക്ക് ചില പോരായ്മകളുണ്ട്. ഫിക്സഡായ ലക്ഷ്യങ്ങൾക്ക് നേരെ മാത്രമേ ഇത് പ്രയോഗിക്കാൻ കഴിയൂ. നഗരങ്ങൾ, വലിയ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ അങ്ങനെയുള്ളവ, ഒഴുകുന്ന മിലിറ്ററി ബേസുകൾ തന്നെയായ കപ്പലുകളിലേക്ക് ഇവ പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം മുൻകൂട്ടി നിശ്ചയിക്കുന്ന ലക്ഷ്യങ്ങൾ മിസൈൽ എത്തുമ്പോഴേക്കും സ്ഥാനം മാറിയിട്ടുണ്ടാകും. അതുമല്ല, ഒരിക്കൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനോ വഴിതിരിച്ചുവിടാനോ ഒന്നും കഴിയില്ല. അതിൻ്റെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റിനെ ലക്ഷ്യം വെച്ച് മാത്രമേ അത് പോവുകയുള്ളൂ. അവിടെയാണ് ക്രൂയിസ് മിസൈലുകളുടെ പ്രസക്തി. ഇവ ഒരു വിമാനം പോലെ ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷത്തിലൂടെയാണ് പോവുക. അതും വളരെ താഴ്ന്ന്, പലപ്പോഴും ഒരു തെങ്ങിനോളം ഉയരത്തിൽ. കടലിന് മുകളിലൂടെയാണെങ്കിൽ ജലോപരിതലത്തിൽ നിന്നും 5-6 മീറ്റർ മാത്രം ഉയരത്തിൽ. ഇത്ര താഴ്ന്നു പോകുന്നത് കൊണ്ട് ഇവയെ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വായുവിലൂടെ ക്രൂയിസ് ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഇവയെ ക്രൂയിസ് മിസൈലുകൾ എന്ന് വിളിക്കുന്നത്. 2 തരത്തിലുള്ള എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. റാംജെറ്റ്, സ്ക്രാംജെറ്റ് എന്നിവയാണിത്. അതായത് എയറിനെ അങ്ങനെ തന്നെ നേരിട്ട് കംപ്രസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുക. വിമാനങ്ങളിലെ ജെറ്റ് എഞ്ചിൻ പോലെ അല്ല ഇത്. വിമാന എഞ്ചിനുകളിൽ പ്രത്യേക ബ്ലേഡുകൾ ഉള്ള കംപ്രസർ ഉപയോഗിച്ച് ഉള്ളിൽ കടക്കുന്ന വായുവിനെ കംപ്രസ് ചെയ്ത് അതിലേക്ക് ജെറ്റ് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്താണ് ത്രസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു റാംജെറ്റ് എഞ്ചിനിൽ കംപ്രസർ ഇല്ല. മിസൈലിൻ്റെ വേഗത കൊണ്ട് തന്നെ ഉള്ളിലേക്ക് കടക്കുന്ന വായുവിനെ കംപ്രസ് ചെയ്താണ് അതിലേക്ക് ഫ്യൂവൽ കൊടുത്ത് കത്തിച്ച് ത്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ എഞ്ചിൻ്റെ കഴിവും കരുത്തും അനുസരിച്ച് മിസൈലിൻ്റെ വേഗതയ്ക്കും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ബ്രഹ്മോസിനെ പോലെയുള്ള മിസൈലുകളിൽ ഉപയോഗിക്കുന്ന കിടയറ്റ റാംജെറ്റ് എഞ്ചിനുകൾ കാരണം വേഗത മാക് 3 ഒക്കെ ആകുന്നത്. മാത്രവുമല്ല, ക്രൂയിസ് മിസൈലുകളെ അവയുടെ യാത്രയിലുടനീളം കൺട്രോൾ ചെയ്യാൻ കഴിയും. വഴിതിരിച്ചു വിടാൻ കഴിയും. ലക്ഷ്യത്തിൽ പതിക്കുന്ന നിമിഷം വരെ മിസൈൽ നിയന്ത്രണത്തിലായിരിക്കും. ചലിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈൽ പ്രയോഗിക്കാം. വലിയ കപ്പലുകൾ, മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ, ചലിക്കുന്ന മിലിറ്ററി യൂണിറ്റുകൾ, അങ്ങനെ ക്രൂയിസ് മിസൈലിന് ഭേദിക്കാൻ കഴിയാത്ത ലക്ഷ്യങ്ങളൊന്നുമില്ല. പരമാവധി സ്പീഡിൽ പോകുമ്പോഴും വെട്ടിത്തിരിയാനും വഴിമാറി പോകാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ടെക്നോളജി വളരെ സങ്കീർണമാണ്. തൊടുക്കുമ്പോൾ മുതൽ
ലക്ഷ്യം ഭേദിക്കുന്നത് വരെ കൺട്രോൾ സെൻറ്റർ, മുകളിലുള്ള ഉപഗ്രഹങ്ങൾ എന്നിവയുടെയൊക്കെ നെറ്റ്വർക്ക് വളരെ ഏകോപനത്തോടെ പ്രവർത്തിക്കണം. അതായത് മിസൈൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, സാങ്കേതിക സൈനിക വിദഗ്ധർ, ഉപകരണങ്ങൾ, റഡാറുകൾ, ഉപഗ്രഹങ്ങൾ, അങ്ങനെ ഭീമൻ സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിലേ ഇത് സാധ്യമാകൂ. അങ്ങനെയാണ് ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലായതും ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതും. ഇപ്പോൾ സർവീസിലുള്ള ബ്രഹ്മോസിൻ്റെ റേഞ്ച് 300 കിലോമീറ്ററാണ്. അതിൻ്റെ റേഞ്ച് 800 കിലോമീറ്റർ വരെ ആക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. വികസനം ഏതാണ്ട് പൂർത്തിയായ ബ്രഹ്മോസിൻ്റെ ഹൈപ്പർസോണിക് വെർഷന് മാക് 8 വരെ, അതായത് മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വരെ വേഗതയുമുണ്ട്. ഈ വേഗതയിലും വെട്ടിത്തിരിയാനും ദിശ മാറാനും വളരെ താഴ്ന്നു പറക്കാനും ഒക്കെ ബ്രഹ്മോസിൻ്റെ ഈ ഹൈപ്പർസോണിക് വെർഷന് കഴിയും. ബ്രഹ്മോസ് 1-ലുള്ളത് രാംജെറ്റ് എഞ്ചിനാണെങ്കിൽ ഇതിലുള്ളത് സ്ക്രാംജെറ്റാണ്. സൂപ്പർസോണിക് രാംജെറ്റ് എന്നാണ് സ്ക്രാംജെറ്റിൻ്റെ പൂർണ്ണരൂപം. അപ്പോഴെന്തിനാണ് വേറൊരു ഹൈപ്പർസോണിക് മിസൈൽ വിഷ്ണു എന്ന് തോന്നുന്നില്ലേ? നോക്കൂ, ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച മിസൈലാണ്. എന്നാൽ വിഷ്ണു DRDO വികസിപ്പിക്കുന്ന പൂർണ്ണമായും തദ്ദേശീയമായ മിസൈലാണ്. ബ്രഹ്മോസിൻ്റെ ആയുധവാഹക ശേഷി 200-300 കിലോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മോസിന് ആണവായുധം വഹിക്കാൻ കഴിയില്ല. എന്നാൽ വിഷ്ണുവിൻ്റെ ശേഷി 2000 കിലോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ആണവായുധം വഹിക്കാൻ കഴിയും. ഹൈപ്പർസോണിക് ബ്രഹ്മോസിൻ്റെ ദൂരപരിധി 1500 കിലോമീറ്റർ വരെ ആണെങ്കിൽ വിഷ്ണുവിൻ്റേത് 1500 കിലോമീറ്ററിലും അധികമാണ്. വിഷ്ണുവിനെ ഭൂമിയിൽ നിന്നും, കപ്പലിൽ നിന്നും, വിമാനത്തിൽ നിന്നും എല്ലാം തൊടുക്കാൻ കഴിയും. മാക് 8 സ്പീഡിൽ പോകുമ്പോൾ പോലും പൂർണ്ണ നിയന്ത്രണം സാധിക്കുന്ന ഈ മിസൈൽ ക്രൂയിസ് മിസൈലുകളുടെ ഇടയിലെ ഒരു രാക്ഷസനാണ്. ബ്രഹ്മോസ് 2-ലേതിനേക്കാൾ പവർഫുള്ളായ, കൂടുതൽ ഭാരം വഹിച്ച് കൂടുതൽ ദൂരം എന്ന് വെച്ചാൽ ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിൻ്റെ അത്രയും കൃത്യതയോടെ പേലോഡിനെ എത്തിക്കാൻ കഴിയുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ വികസനം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗതയും കൃത്യതയുമുള്ള ആണവായുധ വാഹക ശേഷിയുള്ള ക്രൂയിസ് മിസൈലായിരിക്കും വിഷ്ണു. സമീപ ഭാവിയിൽ വിഷ്ണു കൂടി സേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യയുടെ പ്രധാന ശത്രുരാജ്യങ്ങളുടെ തന്ത്രപ്രധാന ഭാഗങ്ങളെല്ലാം നമ്മുടെ ഹൈപ്പർസോണിക് പരിധിയിലാകും. ഒരു പ്രതിരോധത്തിനും തകർക്കാൻ കഴിയാത്ത രാജ്യത്തെ കാക്കുന്ന ഹൈപ്പർസോണിക് പോരാളികളാകും നാളെ നമുക്ക് സമാധാനമായി ഉറങ്ങാനുള്ള കാവലൊരുക്കുന്നത്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.